ഇവരുമൊക്കെ കരമടച്ച് പഞ്ചായത്തിൽ കരമടച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്നില്ല? ഈ സെക്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ അന്ന് മുതൽ പറയണ സാർ ഇത് വന്ന് അപ്പം ഞാൻ പറയുമ്പോൾ ആള് പറയുന്ന പറഞ്ഞാൽ എനിക്കിപ്പോൾ BP കയറും, എനിക്ക് തലവേദന വരും, എൻ്റെ അടുത്ത് ഇതൊന്നും പറയരുത് എന്ന്. വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന അയൽവാസിയുടെ മരങ്ങൾ മുറിച്ചു നീക്കുന്നില്ലെന്ന പരാതിയുമായി കുടുംബങ്ങൾ. വക്കം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ആൾതാമസമില്ലാത്ത വീടിനുള്ളിലെ വൃക്ഷങ്ങളാണ് അയൽവാസികളുടെ വീടിന് ഭീഷണിയായി നിൽക്കുന്നത്. വക്കം ഗ്രാമപഞ്ചായത്തിൽ നിരവധി പരാതികൾ നൽകിയിട്ടും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഈ അപ്പുറത്ത് താമസിക്കുന്നവരുടെ മാവിൻ്റെ ഫുൾ ചില്ലകൾ ആ വീട്ടിൻ്റെ പുറത്തൂടെയാണ് കിടക്കുന്നത്. അതിൻ്റെ വേര് കാരണം ഈ വീട്ടിന് ചുവരിന് പൊട്ടലുണ്ടായി. ഇതെല്ലാം വെച്ചിട്ട് പഞ്ചായത്ത് പരാതി പലവട്ടം കൊടുത്തിട്ട് അവിടെ നിന്ന് വന്ന് നോക്കിയത് പോലും ഇല്ല. വാർഡ് മെമ്പറിൻ്റെ കൊടുത്ത് വാർഡ് മെമ്പറിന് പറ്റുന്ന രീതിയിലൊക്കെ അവരെ വിളിച്ച് പറയുകയും പഞ്ചായത്തിൽ പിന്നെ വന്ന് നോക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത്, എന്നിട്ട് ഇതുവരയ്ക്കും ഒരു നടപടിയില്ല. ആ വീട്ടുകാരിവിടെ താമസമില്ല. അപ്പോൾ അവരടുത്ത് നമ്മൾ പറഞ്ഞു, ഈ മരം മുറിച്ചില്ലെങ്കിലും നിങ്ങളതൊക്കെ ഒന്ന് ഒതുക്കിത്താ, വീട്ടിനൊരു ശല്യമാക്കാത്ത രീതിയിൽ വെച്ച് തന്നിട്ട് അവർ കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. പിന്നെ ആ ചീലാന്തിയുടെ ഇലയും തേക്കിൻ്റെ ഇലയും അത്രയും നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തും കിണറ്റിലുമായിട്ടാണ് വീഴുന്നത്. അതവർ വന്ന് കണ്ട് നോക്കി അങ്ങ് പോകുമെന്നുള്ളതല്ലാതെ ഒരു നടപടി ഇതുവരെയും പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല, അവരൊട്ട് ചെയ്ത് തന്നിട്ടുമില്ല. മരത്തിന്റെ ഇലകൾ കിണറ്റിലേക്ക് വീണ് ജലം ചീത്തയാകുന്നത് നേരിൽ കണ്ടിട്ടും വീട്ടുകാർ നടപടിയെടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. ഈ കിണറ്റിൽ ദിവസവും രാവിലെ ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടതാണ് ഇപ്പോഴും ഈ കിടക്കുന്നത്. പലതവണയും അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി നിങ്ങൾ കോരി തന്നാലും മതിയല്ലേ, നമുക്ക് കിണറ്റിൽ കുടിവെള്ളമല്ലേ, അതിൻ്റെ ഇല അഴുകിയ ആ വെള്ളം കിണറ്റിൽ വീണ് ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അത് എത്ര തവണ അവരോട് പറഞ്ഞ് പലതവണയും പറഞ്ഞു. അവർ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വർഷക്കാലത്തിനുള്ളിൽ നിരവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിൽ നൽകിയിട്ടുണ്ടെന്നും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയായതിനാൽ തന്റെ വാർഡിലെ പ്രശ്നങ്ങളെ അവഗണിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ഉടമസ്ഥയെ കണ്ട ഈ പരാതി എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 വർഷമായി. ഈ 2 വർഷത്തിന് മുന്നേ എനിക്ക് പരാതി കിട്ടിയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് ഇത് കൊണ്ട് ഞാൻ കാണിച്ച്, ഈ വീടിൻ്റെ മുകളിൽ ഈ മരങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങോട്ട് എന്നെ ഒരുപാട് ചീത്ത, നീ ആരടി അത് ചോദിക്കാൻ, നിന്നെ ആരടി ഇവിടെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ എന്നെ ഒരുപാട് ചീത്ത, ആ വീട്ടുകാരെ ഉൾപ്പെടെ ആ ഉടമസ്ഥരെ ഉൾപ്പെടെ ഒരുപാട് ചീത്ത എന്നെ വിളിച്ച്. അപ്പം പിന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരാതികൾ പഞ്ചായത്ത് ഇഷ്ടം പോലെ പരാതികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഒന്ന് ഇവിടെ വന്ന് നോക്കാനുള്ള മനസ്സ് പോലും ഈ 2 വർഷത്തിനകത്തുനിന്ന് ഈ വക്കം പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ 2 വർഷം കൊണ്ട് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പിറകെ നടക്കണം. ഈ സെക്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ അന്ന് മുതൽ പറയണ സാർ ഇത് വന്ന് അപ്പം ഞാൻ പറയുമ്പോൾ ആൾ പറയുന്ന പറഞ്ഞാൽ എനിക്കിപ്പോൾ BP കയറും, എനിക്ക് തലവേദന വരും, എൻ്റെ അടുത്ത് ഇതൊന്നും പറയരുത് എന്ന്. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് പറയുന്നത് അത് ചേച്ചി അവർ പറഞ്ഞാൽ കേൾക്കൂല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് വൈസ് പ്രസിഡന്റ് മറുപടി. അതേ വിഷയം ഇവിടെ കാട് കയറി കിടന്ന് പാമ്പ് കാരണം ആളുകൾക്ക് വഴി നടക്കാൻ വയ്യ. ആ വീടിൻ്റെ ചുവർ അത്രയും പൊട്ടി പുളർന്ന് കിടക്കുന്നു. ആ വീട്ടിൽ ആൾ താമസമില്ല. അവർ ഒരുപാട് പ്രാവശ്യം വന്ന് നോക്കി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാതൊരു വിഷയം, എൻ്റെ വാർഡിൽ ഒരു 3 തെങ്ങ് ഭയങ്കര വിഷയത്തിലൊന്നുമല്ല നിന്നത്. ആ 3 തെങ്ങ് പഞ്ചായത്ത് അയൽവക്കത്തുനിന്ന് പരാതി വന്ന് 3ൻ്റെ അന്ന് ആ തെങ്ങ് വൈസ് പ്രസിഡന്റ്, ഞാൻ പേരെടുത്ത് തന്നെ പറയും, വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ആ 3 തെങ്ങ് ആ നിമിഷം മുറിപ്പിച്ച്. പക്ഷേ ഈ വിഷയം പഞ്ചായത്തിൽ കൊടുത്തിട്ട് 3 അല്ല 2.5 വർഷമായി. 3 ദിവസമല്ല 2.5 വർഷം. ഇവരുമൊക്കെ കരമടച്ച് പഞ്ചായത്തിൽ കരമടച്ച് ജീവിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്നില്ല? എനിക്ക് ചെന്ന് സ്റ്റാഫിൻ്റെ അടുത്തായാലും പരാതി കൊടുക്കാനും പിന്നെ ലെറ്റർ കൊടുക്കാനേ പറ്റൂ. സ്റ്റാഫിനെ ആയാലും വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനെ ആയാലും എനിക്ക് കയ്യേറ്റം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ വീട്ടുകാർക്കൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? കിണറ്റിലെ ജലം ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിലാകുകയും വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഉന്നതതലത്തിലേക്ക് പരാതി നൽകുമെന്നും വീട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അംഗവും പറഞ്ഞു. ന്യൂസ് ഡയറി കേരളം, കടക്കാവൂർ. സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവുമായി അഷിത ജ്വല്ലറി, ചിക്കാലവിളാകം, കടക്കാവൂർ.
ജനവിശ്വാസം നേടിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. കടയ്ക്കാവൂരിന്റെ സ്വന്തം ജനപ്രിയ ജ്വല്ലറി അഷിത ജ്വല്ലറി, ചെക്കാലവിളാകം, കടയ്ക്കാവൂർ.